ഞങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് വോയിസിനൊരു അപേക്ഷയുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനം കവി കെ സച്ചിദാനന്ദൻ മാഷ് എത്രയും വേഗം രാജിവെക്കണം. അദ്ദേഹം രാജിവെച്ചിട്ട് സെക്രട്ടേറിയറ്റ് മുമ്പിലെ ആശാ സമരപ്പന്തലിൽ വന്നിരുന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് സമരം ചെയ്യണം. ഇത് ഞങ്ങളുടെ വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം അധികാര പദവി കൈവച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നൊരു സമരത്തെ പിന്തുണയ്ക്കാൻ കവി സച്ചിദാനന്ദൻ മാഷിന് എവിടെയാണ് തോന്നൽ വന്നത്? അദ്ദേഹം ഇന്നാളൊരു പ്രസ്താവന ഇറക്കി, ഈ സർക്കാരിന്, പിണറായി സർക്കാരിന് മനുഷ്യത്വം ഇല്ല. എന്താ കാര്യം? ഇവരെ സമരത്തിന് വന്നിരിക്കുന്നവരെ വിളിച്ചൊരു ചർച്ച പോലും നടത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ ആളാണ് സച്ചിദാനന്ദൻ മാഷ് കവി. അതിനകം തന്നെ 2 തവണ വീണ ജോർജ് ആരോഗ്യമന്ത്രി ഇവരെ വിളിച്ച് ചർച്ച നടത്തി കഴിഞ്ഞിട്ടും അതുപോലും വിവരമില്ലാതെ, അറിയാതെ അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. നേരിട്ട് സമരപന്തലിൽ വന്നിട്ടില്ല, ഒരു സന്ദേശം അയച്ചു. ഇങ്ങനെ അവിടെ സ്ത്രീകൾ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ ഈ സർക്കാർ ഇവരെ വിളിച്ചൊന്ന് ചർച്ചയെങ്കിലും ചെയ്യണ്ടേ? അന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തു. മാഷിന് വിവരമില്ലേ, ബോധമില്ലേ? 2 തവണ മന്ത്രി അവരെ വിളിച്ച് സംസാരിച്ചല്ലോ. എന്നിട്ട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞത് മാഷ് എന്തിനാ വീഡിയോ സന്ദേശം അയച്ചു കൊടുത്തത്? അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇന്നിപ്പം സച്ചിദാനന്ദ മാഷ് കാണിച്ചിരിക്കുന്ന അതിൻ്റെ അപ്പുറത്തെ പരിപാടിയാണ്. എന്താണ്? ഇവരുടെ പൗരസാഗരത്തിന് അദ്ദേഹത്തിന്റെ മെസ്സേജ്, വീഡിയോ സന്ദേശം. എന്താണ്? അധ്യക്ഷത വഹിച്ച ജോസഫ് സി മാത്യു. ആരാണ് ജോസഫ് സി മാത്യു? ശങ്കരൻ വക്കീല്, ഭാഗവതര്, ഷാജഹാൻ, ഈ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് ജോസഫ് സി മാത്യു. അറിയാമല്ലോ. പിണറായി സർക്കാരിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന 3-4 പേരിൽ ഒരാളാണ് ജോസഫ് സി മാത്യു. അധ്യക്ഷത വഹിച്ചു. അവിടേക്ക് സച്ചിദാനന്ദ മാഷിന്റെ സന്ദേശം, വീഡിയോ സന്ദേശം, വീഡിയോ അല്ല ഓഡിയോ, അന്ന് വീഡിയോ, ഇന്ന് ഓഡിയോ സന്ദേശമാണ്. എന്താണ് അതിനകത്ത്? കേരള സർക്കാർ കോർപ്പറേറ്റ് സിഇഒമാരുടെയും വലതു ഫാസിസ്റ്റുകളുടെയും ഭാഷ ഉപയോഗിക്കുന്നത് നിർത്തണം. സച്ചിദാനന്ദൻ മാഷ്. ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, മാഷ് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അല്ലേ, അധ്യക്ഷനല്ലേ? സർക്കാർ സ്ഥാപനമല്ലേ? സർക്കാർ ആനുകൂല്യങ്ങൾ, സർക്കാർ കാറ്, താമസ സൗകര്യം, കാര്യങ്ങൾ, ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടല്ലോ. മാഷ് ഒരു കാര്യം ചെയ്യണം. ദയവ് ചെയ്ത് മാഷ് ആ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് മാഷ് സെക്രട്ടേറിയറ്റ് നടയിൽ വന്നിരുത്ത് ആശാ വർക്കർമാരുടെ കൂടെ അവിടെ നിന്ന് സമരം ചെയ്യാനുള്ള ആർജവം മാഷിനുണ്ടോ? ഈ 70 വയസ്സ് കൂടുതൽ ഇപ്പോൾ ഉണ്ടല്ലോ പ്രായം, അതിനും ആർജവം മാഷിനുണ്ടോ? നിങ്ങൾ രാജിവെച്ചിട്ട് വന്നവിടെ ഇരിക്കുക, സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരപന്തലിൽ വന്നിരിക്കുക മാഷേ. അപ്പം നിങ്ങളെ മാനിക്കാം. അല്ലാതെ ഈ പണി ഞങ്ങൾക്ക് മാനിക്കാൻ പറ്റത്തില്ല. സർക്കാർ തരുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവിടെ ഇരുന്നിട്ട് ഒരു ഓഡിയോ, ഒരു വീഡിയോ സന്ദേശം അയക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഇറങ്ങിങ്ങി വാ, തിരുവനന്തപുരത്ത് സമരപന്തലിൽ വന്നിരിക്കണം സച്ചിദാനന്ദ മാഷ്. അതിന് തയ്യാറുണ്ടോ? നിങ്ങൾ രാജിവെക്ക്. സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് വന്ന് സമരത്തിയിരിക്കുക. അത് ബുദ്ധിമുട്ടാണ്. അധികാരം കളയാൻ ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ഒരു പ്രസ്താവന, ഒരു ഓഡിയോ സന്ദേശം, ഒരു വീഡിയോ സന്ദേശം. നിങ്ങളൊക്കെ ആരൊക്കെയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളോടൊന്നും നമുക്കൊരു ബഹുമാനം. നിങ്ങൾ പണ്ട് വിപ്ലവ കവിത എഴുതിയിട്ടുണ്ട് സച്ചിദാനന്ദ മാഷ്. അതൊക്കെ ഞങ്ങൾ വായിച്ചിട്ട് ആവേശം കൊണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ലാവണത്തിൽ കുറെ വർഷങ്ങളിരുന്നല്ലോ. ആരെ പ്രതിപ്പെടുത്തിയിട്ടാണ് നിങ്ങളിരുന്നത്? ഇതൊന്നും ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഇപ്പൊ ഇവിടെ വന്ന് അടുത്ത സ്ഥാനം കിട്ടി അവിടെ ഇരുന്നുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുക. നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഓഡിയോ വീഡിയോ ക്ലിപ്പ് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സ്ഥാനം രാജിവെച്ചിട്ട് വന്ന് നിങ്ങൾ സമരം ചെയ്യുക. അവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അപ്പം നിങ്ങളെ ഞങ്ങൾ മാനിക്കാം. അല്ലാതെ നിങ്ങളോട് ഒരു ബഹുമാനമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പം അത് ഇല്ലാണ്ടായി എന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ മോശമാണ്. ഈ പരിപാടി, നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ചിട്ട് വന്ന് സമരപന്തലിൽ വന്നിരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.